മമ്മൂട്ടി ഇനി അവാർഡുകൾ സ്വീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാണെങ്കിൽ മലയാള സിനിമയ്ക്ക് എന്ത് സംഭവിക്കും? മമ്മൂട്ടി എന്ന മഹാനടൻ തൻ്റെ 4 ദശാബ്ദത്തോളമായിട്ടുള്ള അഭിനയ ജീവിതത്തിനിടയിൽ നിരവധി തവണ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്നാൽ മമ്മൂട്ടി ഇനി മുതൽ അവാർഡുകൾ സ്വീകരിക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാണെങ്കിൽ മലയാള സിനിമയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത്? തീർച്ചയായിട്ടും നിരവധി യുവനടന്മാർക്ക് മലയാള സിനിമയിൽ സംസ്ഥാന തലത്തിലുള്ള അവാർഡുകൾ നേടാനുള്ള അവസരമാണ് ഉണ്ടാവുക. എന്നാൽ മമ്മൂട്ടി അതിനുവേണ്ടി അവാർഡുകൾ വേണ്ട എന്ന് പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും മമ്മൂട്ടി എന്ന കഴിവുറ്റ നടന് അവാർഡുകൾ നൽകുമ്പോൾ ആ അവാർഡുകൾക്ക് തന്നെ ഒരു മഹത്വമാണ് ഉണ്ടാകാറുള്ളത്. അതായത് മമ്മൂട്ടിക്ക് നൽകുന്ന ഓരോ അവാർഡുകളും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അർഹിക്കുന്ന അവാർഡുകളും അംഗീകാരങ്ങളുമാണ് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ മമ്മൂട്ടി ഇനി മുതൽ അവാർഡുകൾ വേണ്ട എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാണെങ്കിൽ നവാഗതരായിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ ഒരു അവാർഡ് പോലും ലഭിക്കാത്ത നിരവധി യുവനടന്മാർക്ക് അവാർഡ് ലഭിക്കാനുള്ള സാധ്യത ഏറി വരികയാണ്. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടിയായിരുന്നു. നൻപകൽ നേരത്ത് എന്ന ലിജോ ജോസ് പുലിശ്ശേരി സംവിധാനം ചെയ്തുള്ള സിനിമയിലെ ഗംഭീര പെർഫോമൻസിലായിരുന്നു അദ്ദേഹത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കഴിഞ്ഞ വർഷം ലഭിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തോടൊപ്പം എന്നാ താൻ കേസ് കൊടുക്കുന്ന സിനിമയിലെ പ്രകടനത്തിന് കുഞ്ചാക്കോ ബോബനും തൊട്ടുപിറകിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ കടുത്ത മത്സരത്തിൽ മമ്മൂട്ടി വിജയിക്കുകയും കുഞ്ചാക്കോ ബോബന് മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി മെൻഷൻ മാത്രം ലഭിക്കുകയും ചെയ്തു. 2023 കാര്യവും മറിച്ചായിരിക്കില്ല. കാരണം 2023 ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുള്ള ഒരു നടനാണ് മമ്മൂക്ക. അദ്ദേഹത്തിൻ്റെ കാതൽ ദിക്കോർ എന്ന സിനിമയിലെ പ്രകടനത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും എല്ലാം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് 2023 മികച്ച നടനുള്ള സംസ്ഥാന അവാർഡിന് വേണ്ടി മമ്മൂട്ടിയുമായിട്ട് മത്സരിക്കാൻ വേണ്ടി പോകുന്നത് പല യുവനടന്മാരാണ്. അതായത് ഇതുവരെ അവാർഡ് ലഭിക്കാത്ത ടൊവിനോ തോമസ് പ്രത്യേകിച്ച് 2 സിനിമകളിലെ മികച്ച പ്രകടനത്തിന് അദ്ദേഹം 2023 മികച്ച നടനായിട്ടുള്ള മത്സരത്തിന് മമ്മൂട്ടിയോടൊപ്പമുണ്ട്. അപ്പോൾ മമ്മൂട്ടി ഒരു കോമ്പറ്റീഷനിൽ ഉള്ളതുകൊണ്ട് തന്നെ ടൊവിനോ തോമസിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കാനുള്ള ഒരു മങ്ങിയ സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ 2024 കാര്യം എടുത്തു കഴിഞ്ഞാലും മറിച്ചല്ല സ്ഥിതി. 2024 പ്രമേഹം എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിന് തീർച്ചയായിട്ടും മമ്മൂട്ടി മികച്ച നല്ല അവാർഡിനായിട്ട് മത്സരിക്കും. എന്നാൽ ആടുജീവിതം എന്ന സിനിമയിലെ പ്രകടനത്തിന് പൃഥ്വിരാജ് മമ്മൂട്ടിയോടൊപ്പം കടുത്ത മത്സരത്തിനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും മമ്മൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് പ്രയോറിറ്റി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തുതന്നെയായാലും മമ്മൂട്ടി അവാർഡിന് വേണ്ടി മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് മമ്മൂട്ടിക്ക് തന്നെ ലഭിക്കാനുള്ള സാധ്യതയാണ് ഏറെയും ഉള്ളത്. എങ്കിൽ കൂടിയും ജൂറിയുടെ തീരുമാനമായിരിക്കും ഏറ്റവും അന്തിമമായിട്ടുള്ളത്. അതായത് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് മമ്മൂട്ടി അവാർഡിന് വേണ്ടി മത്സരിക്കാൻ പാടില്ല എന്നല്ല. തീർച്ചയായിട്ടും മമ്മൂട്ടിക്ക് ഇന്നേ വരെ ലഭിച്ചിട്ടുള്ള എല്ലാ അവാർഡുകളും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും അർഹതയുള്ള അവാർഡുകൾ തന്നെയാണ്. എന്നാൽ അദ്ദേഹം എല്ലാ അവാർഡിന് വേണ്ടി മത്സരിക്കുമ്പോൾ യുവനടന്മാർക്ക് പ്രത്യേകിച്ച് ആദ്യമായിട്ട് അവാർഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന നിരവധി നടന്മാർക്ക് അവാർഡ് ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. എന്തിനാലും ഈ അവാർഡ് നിർണ്ണയിക്കുന്ന എല്ലാം ജൂറിയുടെ അന്തിമ തീരുമാനമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അതായത് 2023 സെൻസർ ചെയ്ത് 2023 റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളിലെ മികച്ച പ്രകടനത്തെ അടിസ്ഥാനമാക്കി ഏറ്റവും മികച്ച നടൻ ആരായിരിക്കും എന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ഞാൻ ജുബേർ. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു കൗണ്ട് ഡൗൺ ആണ്. അപ്പോൾ 2023 പ്രകടനത്തെ അടിസ്ഥാനമാക്കി ഏറ്റവും മികച്ച നടനാവാൻ സാധ്യതയുള്ള എൻ്റെ ലിസ്റ്റിലുള്ള 5 പേരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നടൻ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നന്നായി നപ്പുറമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കമൻറ്റായി രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും മികച്ച നടനാവാൻ കൂടുതൽ സാധ്യതയുള്ളത് ഏത് നടനാണെന്ന് നിങ്ങൾ പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഒട്ടും സമയിക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി കൗണ്ട് ഡൗൺ ഫോർ ബെസ്റ്റ് മലയാളം ആക്ടർ ഓഫ് 2023. നമ്പർ 5, ജോജു ജോർജ്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടനാണ് ജോജു ജോർജ്. പിന്നീട് സഹനടനായും നായക നടനായും സിനിമാ നിർമ്മാതാവുമൊക്കെയായി മാറിയ ജോജു ജോർജ് നല്ല നടനാണെന്ന് ഇതിനോടകം തന്നെ ജോസഫ്, നായാട്ട് തുടങ്ങിയ സിനിമകളിലൂടെ തെളിയിച്ചതാണ്. കഴിഞ്ഞ വർഷം ജോജു ജോർജ് ഡബിൾ റോളിൽ അഭിനയിച്ച സിനിമയാണ് ഇരട്ട. രോഹിത് എം ജി കൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഗംഭീരമായ പ്രകടനമായിരുന്നു ജോജു ജോർജിൻ്റേത്. അതുകൊണ്ട് തന്നെ ജോജു ജോർജിന് ഇത്തവണ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കാൻ സാധ്യത ഏറെയാണ്. നമ്പർ 4, ബിജു മേനോൻ. 90കളുടെ തുടക്കത്തിൽ മലയാള സിനിമയിൽ ചേക്കേറിയ ബിജു മേനോൻ
തൻ്റെ കരിയറിൻ്റെ തുടക്കം മുതലേ താനൊരു നല്ല നടനാണെന്ന് തെളിയിച്ചിരുന്നു. നായകനായും സഹനടനായും വില്ലനായുമൊക്കെ മലയാളികളെ അമ്പരപ്പിച്ച ബിജു മേനോൻ മുമ്പേ തന്നെ 3 സംസ്ഥാന അവാർഡുകളും ഒരു ദേശീയ അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇത്തവണ ബിജു മേനോൻ അതിശയകരമായ പ്രകടനം കാഴ്ചവെച്ചത് തങ്കം, ഗരുഡൻ എന്നീ സിനിമകളിലാണ്. തങ്കത്തിലെ ഗോൾഡ് ബ്രോക്കറായ മുത്തുവും ഗരുഡനിലെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രവും ബിജു മേനോൻ എന്ന നടന് സംസ്ഥാന അവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ള പ്രകടനങ്ങളാണ്. നമ്പർ 3, മോഹൻലാൽ. തൻ്റെ 4 ദശാബ്ദക്കാലത്തെ അഭിനയ ജീവിതത്തിനിടയിൽ വ്യത്യസ്തങ്ങളായ അവിസ്മരണീയങ്ങളായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് നമ്മെ വിസ്മയിപ്പിച്ച മോഹൻലാൽ നിരവധി തവണ മികച്ച നടനുള്ള ദേശീയ, സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മോഹൻലാൽ നായകനായി റിലീസായ മലൈക്കോട്ട വാലിബൻ, നേര് എന്ന സിനിമകളിൽ ലാലേട്ടൻ അസാധ്യമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. നേര് എന്ന സിനിമയിലൂടെ അതിശക്തമായ തിരിച്ചുവരവ് നടത്തിയ മോഹൻലാൽ ആ സിനിമയിൽ അവിസ്മരണീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന് ഒരിക്കൽ കൂടി സംസ്ഥാന അവാർഡ് ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. നമ്പർ 2, ടൊവിനോ തോമസ്. 2012 മുതൽ യാതൊരു ഗോഡ്ഫാദറിൻ്റെയും പിൻബലമില്ലാതെ മലയാള സിനിമയിൽ വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ ചെയ്ത് യുവതാര പദവിയിൽ വരെ എത്തി നിൽക്കുന്ന നടനാണ് ടൊവിനോ തോമസ്. തൻ്റെ കരിയറിൽ കൂടുതലും കൊമേഴ്ഷ്യൽ സിനിമകൾ നിറഞ്ഞാടിയ ഈ നടന് പല പോപ്പുലർ അവാർഡുകളും നേടാനായെങ്കിലും ഇന്നേ വരെ ഒരു സംസ്ഥാന അവാർഡ് നേടാനായിട്ടില്ല. കഴിഞ്ഞ വർഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ട വമ്പൻ സാമ്പത്തിക വിജയം നേടിയ 2018 എന്ന സിനിമയിൽ ആനന്ദ് എന്ന കഥാപാത്രമായി ജീവിച്ച് പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിന്ന നടനാണ് ടൊവിനോ തോമസ്. കൂടാതെ അദൃശ്യജാലകങ്ങൾ, നീലവെളിച്ചം എന്നീ കലാമൂല്യമുള്ള സിനിമകളിലും ഗംഭീര പ്രകടനം ടൊവിനോ തോമസ് കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ ടൊവിനോ തോമസ് എന്ന യുവനടന് ആദ്യമായി ഒരു സംസ്ഥാന അവാർഡ് ഈ സിനിമകളിലെ പ്രകടനത്തിന് ലഭിക്കാൻ ഏറെ സാധ്യതയുണ്ട്. നമ്പർ 1, മമ്മൂട്ടി. തൻ്റെ 73ാമത്തെ വയസ്സിലും അഭിനയത്തോട് ഭ്രമവും ആവേശവും നിലനിർത്തിക്കൊണ്ട് താനെന്ന അഭിനേതാവിനെ നിരന്തരം പരീക്ഷണത്തിന് വിധേയമാക്കി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളായി നിറഞ്ഞാടുന്ന അദ്ഭുത പ്രതിഭയാണ് മമ്മൂട്ടി. എത്ര തന്നെ അവാർഡുകൾ കിട്ടിയാലും, സിനിമകൾ എത്ര തന്നെ വിജയിച്ചാലും, സിനിമകൾ പരാജയപ്പെട്ടാലും ഒന്നും ഇദ്ദേഹത്തിൻ്റെ അഭിനയത്തെ അത് ബാധിക്കാറില്ല. ഇന്ത്യൻ സിനിമയിൽ തന്നെ മറ്റൊരു സൂപ്പർ താരവും ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത കാതൽ ദിക്കോർ എന്ന സിനിമയിലെ സവർഗാനുരാഗിയായ മാത്യു ദേവസിയെ ആ കഥാപാത്രത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ട് അതിസൂക്ഷ്മവും വിദഗ്ധവുമായി അവതരിപ്പിച്ച മമ്മൂട്ടിയുടെ പ്രകടനത്തെ ലോകമാധ്യമങ്ങൾ ഉൾപ്പെടെ ഫിലിം ക്രിട്ടിക്സുകൾ വരെ അഭിനന്ദിച്ചതാണ്. കാതൽ ദിക്കോർ എന്ന ജിയോ ബേബി സംവിധാനം ചെയ്ത ഈ ഒരൊറ്റ ചിത്രത്തിലെ പ്രകടനത്തിന് ദേശീയ അവാർഡ് ഉൾപ്പെടെ പല അവാർഡുകളും മമ്മൂട്ടിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. 2023 ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടാൻ എന്തുകൊണ്ടും യോഗ്യത മമ്മൂട്ടിയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രകടനത്തെ അടിസ്ഥാനമാക്കി ഏറ്റവും മികച്ച നടനാവാനുള്ള സാധ്യതയുള്ള 5 നടന്മാർ. ഇതിൽ ഏത് നടനായിരിക്കും 2023 ഏറ്റവും മികച്ച നടനാവുക എന്ന് നിങ്ങൾ പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നടൻ്റെ പേര് നിങ്ങൾക്കിവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയുള്ള ഏതെങ്കിലും നടനുണ്ടെങ്കിൽ ആ നടൻ്റെ പേര് നിങ്ങൾക്കിവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈ സൈനിങ് ഓഫ്. ബൈ.